വളരെ ശ്രദ്ധിക്കണം. ദീൻ കൈകാര്യം ചെയ്യുമ്പോ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹമാ മുഅ്മിനൻ മിൻ മുനാഫിഖിൻ, ഒരു മുഅ്മിനായ മനുഷ്യനെ മുനാഫിഖിൽ നിന്ന് വല്ലവനും കാത്താൽ, ബഅസഹുല്ലാഹു മലക്കൻ യഹ്മീ ലഹ്മഹു യൗമൽ ഖിയാമത്തി മിൻ നാരി ജഹന്നം, ജഹന്നമാകുന്ന നരകത്തിൽ അവന്റെ രക്തത്തെ കാക്കാൻ വേണ്ടി അല്ലാഹു തആല മലക്കിനെ പറഞ്ഞു. വമൻ റമാ മുസ്ലിമൻ, ഏതെങ്കിലും ഒരാൾ ഒരു മുസ്ലിമിനെ ആരോപിച്ചാൽ, ബിശൈഇൻ, വല്ല കാര്യവും കൊണ്ട്, യുരീദു ബിഹി ശൈനഹു, അദ്ദേഹത്തിന് ഒരു ശൈൻ ഉണ്ടാക്കലാ ഉദ്ദേശം, അദ്ദേഹത്തിനൊരു മോശം ജനങ്ങളെ മുമ്പിൽ പറയലാ ഉദ്ദേശം. അങ്ങനെ വല്ലവനെയും ആരോപിച്ചാൽ, ശൈഖ് അഹ്മദ് അള്ളാന്റെ റസൂലിന്റെ പേര് കള്ളം പറഞ്ഞു എന്നല്ലേ ഇവിടെ സർവ്വ മൗലവിമാരും പ്രസംഗിച്ചത്, ഉസ്താദിനെയും അങ്ങനെയല്ലേ പരിചയപ്പെടുത്തിയത്. അങ്ങനെ ഒരു മുസ്ലിമിന് ശൈൻ ഉണ്ടാക്കാൻ വേണ്ടി വല്ലവനും സംസാരിച്ചാൽ, ഹബസഹുല്ലാഹു അലാ ജിസ്രി ജഹന്നം, ജഹന്നമിന്റെ മേൽ അവനെ അല്ലാഹ് ബന്ധാക്കും കേട്ടോ. ഹത്താ യഖ്റുജ മിമ്മാ ഖാല, അവനെ പറഞ്ഞതിൽ നിന്ന് ആ പറയപ്പെട്ട വ്യക്തി പൊരുത്തപ്പെട്ടിട്ട് അദ്ദേഹത്തെ വിട്ടേക്കാതെ ജഹന്നമിന്റെ മേലെയുള്ള പാലത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. അബൂദാവൂദ് റിപ്പോർട്ടിന് ഹദീസ് മിസ്കാത്തിലെ മുതഅല്ലിമീങ്ങൾ ഓതിയിട്ടില്ലേ? അതുകൊണ്ട് തന്നെ വേറെയുമുണ്ട് ഹദീസ്, മനിഖ്തീബ ഇൻദഹു അഖൂഹുൽ മുസ്ലിം വഹുവ യഖ്ദിറു അലാ നസ്രി ഫനസറഹു നസറഹു അല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ ഫഇലം യൻസുറുഹു വഹുവ യഖ്ദിറു അലാ നസ്രി അദ്റകഹു അല്ലാഹു ബിഹി ഫിദ്ദുനിയ വൽ ആഖിറ. സഹായിക്കേണ്ട സമയത്ത് സഹായിക്കണം, അതേ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കണം, ഇല്ലെങ്കിൽ അല്ലാഹു നടപടിയെടുക്കും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, വേറെയും ഹദീസുണ്ട്, മൻ ദബ്ബാൻ ലഹമി അഖീ ബിൽ ഗീബതി ഹഖാന ഹഖൻ അലല്ലാഹി അൻ യുതിഖഹു മിനൻ നാർ. ഇങ്ങനെ ഒരുപാട് ഹദീസ് മിസ്കാത്തിൽ ഓതിപ്പടിച്ചിട്ടുണ്ട്. അത് എന്റെ വന്യഗുരുവായ പുല്ലൂക്കര ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ, എനിക്ക് ഓതി തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അത് മുതഅല്ലിമീങ്ങൾക്ക് ഞാൻ ഓതിക്കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ഈ ഒരു പ്രസംഗം നടത്തൽ എനിക്കതാ വുജൂബ് ഫർള് ഐനാണെന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തി. ഒരു സംഘടനയും എന്നെ ക്ഷണിച്ചിട്ടില്ല, ഒരു സ്ഥാപനവും എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്റെ ഇവിടെ സിറാജുൽ ഹുദയിൽ പഠിക്കുന്ന ചെറിയ ചെറുപ്പക്കാര് മക്കൾ, അല്ലാഹുവേ, സർവ്വ വിദ്യാർത്ഥികൾക്കും സർവ്വ മുതഅല്ലിമീകൾക്കും ഇവിടെ വന്നവർക്കും ഞങ്ങളോട് സഹകരിച്ചവർക്കും എല്ലാവർക്കും നീ നാഫിയായ ഇൽമിനെ കൊടുക്കണം റഹ്മാനേ. റബ്ബേ, ഞങ്ങളെ സീഡികൾ വാങ്ങി ദീൻ പഠിക്കുന്ന മുഅ്മിനീങ്ങൾ അവർക്കും ഞങ്ങൾക്കും ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ഈ സിറാജുൽ ഹുദ സ്ഥാപിച്ചത് മുതൽ റബ്ബേ നീ വലിയ ബർക്കത്ത് തന്നിട്ടുണ്ട്. ഇന്നും ഒരുപാട് ആളുകൾ നേർച്ചകളും സംഭാവനകളും തന്നിട്ടുണ്ട്. പൊന്ന് തന്നവരുണ്ട്, പണം തന്നവരുണ്ട്. റബ്ബേ, അവർക്കൊക്കെയും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. വസ്തുതകളില്ലാത്ത വിവാദങ്ങൾ, ഇതിനെ സംബന്ധിച്ചാണ് നാം പ്രസംഗിച്ചത്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അല്ലാത്തവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ തീരാനുണ്ടെങ്കിൽ അവർക്ക് സംശയം ചോദിക്കാൻ ഒരു ചെറിയ സന്ദർഭം അനുവദിക്കുകയാണ്. സംശയം ചോദിക്കാവുന്നതാണ്. സുന്നി വോയിസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി കിട്ടിയ സനദ്, അതിൻ്റെ പരമ്പര ഉദ്ധരിച്ചതിൽ ഗൗസുൽ ആദമിനെ പരാമർശിച്ചത് കാണുന്നു. അതേസമയത്ത് മർക്കസിൽ അന്ന് വായിച്ചതിൽ ഗൗസുൽ ആദമിനെ പറ്റി ഒരു പരാമർശവും ഇല്ല. അപ്പോൾ ഇത് തമ്മിൽ വൈരുദ്ധ്യമല്ലേ? വൈരുദ്ധ്യം പരസ്പരം വന്നാൽ ഇദാ തആറള തസാഖത, രണ്ട് സനദും ഇല്ലാതായി പോവുകയല്ലേ ചെയ്യേണ്ടത്? ഈ സംശയം ഉത്ഭവിച്ചത് തന്നെ എന്റെ പ്രസംഗം ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മർക്കസിൽ സമ്മേളനത്തിൽ വെച്ച് ഷെയ്ഖ് അഹമ്മദ് ഖസ്റജി കൊടുത്ത സനദ് പട്ടിക്കാട് ജാമിഅ നൂറിയ അറബിക് കോളേജിൽ നിന്ന് കൊടുക്കുന്നത് പോലെയുള്ള അംഗീകരിക്കപ്പെട്ട സനദാണ്. ആ പട്ടിക്കാട് കോളേജിൽ വെച്ച് കൊടുക്കുന്ന സനദും അന്ന് തന്നെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് മർക്കസിൽ വെച്ച് കൊടുത്ത സനദും, അതുപോലെ ദയൂബന്ദിലും ബാഖിയാത്തിലും ഒക്കെ കൊടുക്കുന്ന സനദും, ആ സനദൊക്കെ
മുഖ്തസറായ സനദാണ്, മുഫസ്സലായ സനദ് അല്ല. മുഖ്തസറായ സനദിൽ സനദ് കൊടുക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ പേര് വെച്ച് ഒപ്പിട്ട് കൊടുക്കുകയും ഞങ്ങൾക്ക് ഞങ്ങളുടെ മുൻഗാമികളായ ഗുരുനാഥന്മാർ മുഖേന കിട്ടിയതുപോലെ അല്ലെങ്കിൽ സഹീഹായ സനദിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ നിങ്ങൾക്കും നൽകുന്നു എന്ന് പറയുന്ന സ്വഭാവമാണ് മുഖ്തസറായ സനദുകളിൽ ഉണ്ടാവുക. അപ്രകാരമാണ് മർക്കസിൽ വെച്ച് അന്ന് വായിച്ചു കേൾപ്പിച്ച സനദ് ഉള്ളത്. ആ സനദിൽ ഗൗസുൽ-ആദമിന്റെ പേര് വരാൻ ഒരു സാധ്യതയും ഇല്ലല്ലോ. കാരണം മുഫസ്സലായ സനദ് അല്ലാത്തത് കൊണ്ട് അതിൽ പരമ്പര വായിക്കുന്ന പ്രശ്നമേ ഉണ്ടായിട്ടില്ല. മറിച്ച് കൊടുക്കുന്ന ആളുടെ നസബ വായിച്ചിട്ടുണ്ട്, അത് സനദാണ് എന്ന് അപ്പുറത്തുള്ളവർ തെറ്റിദ്ധരിച്ചു. സനദ് എന്നത് ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഉള്ളതിന്റെ പേരാണ്, അന്ന് കൊടുത്ത ഒപ്പിട്ട് കൊടുത്തതിന്റെ പേരാണ് സനദ്. ആ സനദ് മുഖ്തസറായ സനദാണ്. അതിന് സഹീഹായ സനദ് പ്രകാരം മുതവാത്തിറായി എനിക്ക് ലഭിച്ചതാണ് എന്ന് അന്ന് അതിൽ വായിക്കുകയും കൊടുത്തതിൽ രേഖപ്പെടുത്തുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. സനദ് എന്ന് പറഞ്ഞാൽ ആസ്പദമാക്കുന്ന വിഷയം എന്നാണ് അർത്ഥം എന്ന് പോലും മനസ്സിലാക്കാതെയാണ് ആ സംശയം ഉന്നയിച്ചത്. അപ്പൊ അവിടെ തആറുദ് എന്ന വിഷയം തന്നെ ഇല്ല. കാരണം ഒന്ന് മുഖ്തസറായ സനദാണ്, അതിൽ പരമ്പര പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് മുഫസ്സലായ സനദിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പരമ്പരയിൽ ഗൗസുൽ-ആദം ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞതായി സുന്നി വോയിസിൽ വന്നത്. ഇത് തമ്മിൽ ഒരു തആറുദും ഇല്ല, ഒരു തസാഖുത്തും ഇല്ല. എന്താണ് തആറുദ് എന്നും എന്താണ് തസാഖുത്ത് എന്നും അറിയാത്തവർ ഉന്നയിച്ച ഒരു സംശയമാണ്. അത് എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നവർക്ക് ആ സംശയത്തിന് യാതൊരു അവകാശവും ഇല്ല. പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് അവർക്ക് AP വിഭാഗത്തോട് തന്നെയുള്ള ഒരു അസൂയയാണെന്നാണ്. യഥാർത്ഥത്തിൽ അവരുടെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കണ്ണാടിപ്പറമ്പ് പറഞ്ഞിട്ടുണ്ട്, AP വിഭാഗത്തിൽ നല്ല ആളുകളും ഉണ്ട് എന്ന്. അപ്പൊ അവർക്ക് ഈ വിഭാഗത്തോടുള്ള അസൂയയല്ല, അതേസമയത്ത് ഇത്തരം പ്രവർത്തനം ചെയ്യുന്ന ചിലരോടുള്ള വിദ്വേഷവും ഈ പ്രവർത്തനത്തോടുള്ള ഈർഷ്യതയുമാണെന്ന് വളരെ വ്യക്തമാണ്. അല്ലാതെ ഈ സംഘടനയിലുള്ള എല്ലാവരോടും മൊത്തത്തിൽ അവർക്കൊരു എതിർപ്പ് ഇല്ല എന്ന് തന്നെയല്ലേ ബോധ്യമാകുന്നത്. ഇപ്പൊ അവരെ ഉള്ളിലിരിപ്പ് മുജാഹിദ് ഉണ്ട്, ഞങ്ങളെ കൂടെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, യുക്തിവാദി ഉണ്ട്, പിന്നെ എല്ലാ വാദിയും ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരും കൂടി ഇപ്പോ അങ്ങ് പറയുമ്പോ ഈ സുന്നികളെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ദുർബല മനസ്ഥിതി ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ അവരെ മെല്ലെങ്കിൽ നമ്മളെ സംഘടനയിലേക്ക് കൂട്ടാൻ കഴിയുമോ എന്നുള്ളതിന് ഇപ്പം പുതിയ ഒരടവ് പറഞ്ഞതാണ്. ആ മൂല്യം അത് അടവാണ് എന്നുള്ളതിന്റെ തെളിവ് AP വിഭാഗം എന്ന് പറഞ്ഞാൽ 2 കൂട്ടരേ ഉള്ളൂ എന്ന് നേരത്തെ ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാരാന്നൊന്ന് കേട്ടോളി നിങ്ങൾ. അവർ പ്രഖ്യാപിച്ച് ഈ കൂടാരത്തിൽ നിന്ന് ഇനിയെങ്കിലും രാജിവെച്ച് ഹക്കായ വഴിയിലേക്ക് വരാൻ ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ തയ്യാറാണ്. ആ വിഭാഗത്തിൽ രണ്ട് തരത്തിലുള്ള ജനങ്ങളാണുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കും. ഒന്ന് തനി സഫീഹ്, പച്ചപ്പൊട്ടൻ എന്ന് പറയാം. അതായത് അണ്ണാക്കുന്ന ശബ്ദം ഉണ്ടായാലാണ് യഥാർത്ഥ സുന്നത്തി ജമാഅത്ത് എന്ന് മനസ്സിലാക്കുന്ന പച്ചപ്പൊട്ടൻ ഒന്ന്. 2 ത്വാലിബു ദുനിയ, കച്ചവടത്തിന് കൂടിയാണ്. ഈ രണ്ടാമത്തതല്ലാത്ത മൂന്നാമത്തെ ഒരു വർഗം ആ വിഭാഗത്തിൽ ഇല്ല എന്നത് വളരെ സ്പഷ്ടവും വ്യക്തവും. അവിടുത്തെ കാതിന് കണക്കായി മുറിക്കാറുണ്ടെന്നും അതുപോലെ വഫാത്തിന് ശേഷം മുടി വളരുന്ന സംഭവങ്ങൾ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഒരു സഅദി പ്രസംഗിച്ചതായി അറിഞ്ഞു. ഇങ്ങനെ വല്ല കിതാബിലും പറഞ്ഞിട്ടുണ്ടോ, രേഖയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി അവിടുന്ന് വളർത്തിയിരുന്നു. ചില സന്ദർഭങ്ങളിൽ അവിടുന്ന് മുടി കളഞ്ഞിരുന്നു. അങ്ങനെ മുടി കളഞ്ഞപ്പോൾ ഹജ്ജത്തുൽ വദാഇൽ വിതരണം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. കൽപ്പിക്കാതെ തന്നെ സഹാബത്ത് സുൽഹുൽ ഹുദൈബിയയിലും അതുപോലെ ഉംറ നടന്ന സമയത്തുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി വലിയ കുസുബത്ത് കെട്ട് എന്ന് തന്നെ വേണേ പറയാം.
വലിയ ഒരു ഭാഗം തന്നെ. കാരണം കാതിന്റെ അടുത്തോളം നീളമുള്ള മുടിയാണെന്ന് പറഞ്ഞത്. അപ്പോ വലിയ കെട്ട് തന്നെ പറയാം. അത്രയും മുടികൾ സ്വന്തമായി എടുത്തു വെച്ച സഹാബത്ത് കൊണ്ട് ഉമ്മു അമാർ റളിയല്ലാഹു അൻഹയെ പോലുള്ള മഹദികൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ചരിത്രത്തിൽ ഉണ്ട്. ഇരിക്കട്ടെ, അവിടുത്തെ മുടി അത് കാതിനോളം നീളമുള്ള, കാതിന്റെ ചോടയ്ക്ക് കണക്കായി വെട്ടിക്കളയുന്ന മുടി ആയിരുന്നു. അതിനേക്കാൾ അപ്പുറം വളർത്തിയതിനാൽ ഖുറൈബുൽ ഉസൈദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കുകയും മഹാനവറുകൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെട്ടുന്നത് പോലെ പിന്നീട് വെട്ടുകയും ചെയ്തതായി ഹദീസിൽ ഉണ്ട്. സഅദി പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ല. രണ്ടാമതായി സഅദി പറഞ്ഞു എന്ന് പറയുന്ന വിഷയം എന്താണ്? ഇമാമികളുടെ കിതാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ശേഷം അവിടുത്തെ മുടി വളരുകയും അതുപോലെ അതിന് കവര് വരികയും ശാഖ വരികയും ചെയ്ത സംഭവങ്ങളുണ്ടെന്ന് സഅദി പ്രസംഗിച്ചു എന്നതാണ് ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം, അല്ലെ? അതെ, അത് ഇമാമികളുടെ കിതാബുകളിൽ ഉണ്ട്. ഈ കിതാബിൽ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖനി നാബൽസി റളിയല്ലാഹു അൻഹു വലിയ ഇമാമാണ്. ആ അബ്ദുൽ ഖനി നാബൽസി റളിയല്ലാഹു അൻഹുവിന്റെ ഒരുപാട് ഉദ്ധരണികൾ റൂഹുൽ ബയാൻ തഫ്സീറിൽ നമുക്ക് കാണാം. അതുപോലെ എത്രയോ ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അബ്ദുൽ ഖനി നാബൽസി റളിയല്ലാഹു അൻഹു ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ട്. നമ്മുടെ കൈവശത്തിൽ തന്നെ പല ഗ്രന്ഥങ്ങളും ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജവാഹിറുൽ ബിഹാർ എന്ന ഫീ ഫളാഇലിൻ നബിയിൽ മുഖ്താർ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുകയാണ്. എന്താണ് ഉദ്ധരിച്ചത്? ഫീ റിഹലത്തിഹിൽ ഹിജാസിയ്യത്തി അയ്ളൻ ഇൻദ ദിക്രി വജൂദിഹി ഫിൽ മദീനത്തിൽ മുനവ്വറ അലാ സാഹിബിഹാ അഫ്ളലുസ് സ്വലാത്തി വസ്സലാം. മഹാനവറുകൾ മദീനത്തുൽ മുനവ്വറയിൽ ഉള്ള സമയത്ത് ഹിജാസിലുള്ള യാത്രയിൽ വകാന റജുലുൻ മിൻ ഉലമാഇൽ ഹുനൂദി, ഇന്ത്യക്കാരായ പണ്ഡിതന്മാരിൽ നിന്ന് ഒരു മഹാൻ, ഇസ്മുഹു ഗുലാം മുഹമ്മദ്, അദ്ദേഹത്തിന്റെ പേര് ഗുലാം മുഹമ്മദ് എന്നായിരുന്നു ആ പണ്ഡിതന്റെ. കുന്യത്തുഹു അബൂ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ കുന്യത്ത് അബൂ മുഹമ്മദ് എന്നായിരുന്നു. യഖറഉ അലൈനാ ബഅദ അദ്ദുഹരി ഇൽ അസ്രി ഫീ അവആഇൽ അൽ ഫുതുഹാത്തിൽ മക്കിയ്യ ലിശൈഖ് അൽ അക്ബർ മുഹീദ്ദീൻ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹുവിന്റെ ഫുതുഹാത്തുൽ മക്കിയ്യ എന്ന ഗ്രന്ഥം അബ്ദുൽ ഖനി നാബൽസി റളിയല്ലാഹു അൻഹു എന്ന മഹാപണ്ഡിതന് ളുഹറിന്റെ ശേഷം അസർ വരെ ദർസ് ചൊല്ലിക്കൊടുത്തിരുന്ന ഒരു വലിയ പണ്ഡിതനായിരുന്നു ഗുലാം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വലിയ മഹാൻ. ഇന്ത്യയിൽ നിന്ന് മദീനയിലെത്തിയിരുന്ന ഒരു മഹാൻ. ആ മഹാനായ പണ്ഡിതൻ പറഞ്ഞു, അന്ന അബാഹു കാന മിനൽ ഉലമാഇൽ ഫുഖഹാഇൽ മസ്കൂരീന ഫീ ബിലാദിൽ ഹിന്ദ്. അതെ, ആ മഹാനായ പണ്ഡിതന്റെ പിതാവ് ഇന്ത്യ രാജ്യത്ത് അറിയപ്പെട്ട മസ്കൂറായ ഫുഖഹാക്കളായ അലിമീങ്ങളിൽപ്പെട്ട ഒരാളായി. وكان ممن جمعهم من كبار فقهاء الحنفية في بلاد الهند ملكهم المعروف بأورنഗസീബ് لجمع الفتاوى الهندية المشهورة الآن في الحرمين وغيرها. രണ്ട് ഹറമിലും മറ്റ് സ്ഥലങ്ങളിലും പ്രസിദ്ധമായ ഫതാവൽ ഹിന്ദിയ എന്ന ഹനഫി മദ്ഹബിലുള്ള കിതാബ് സംഘടിപ്പിക്കുന്നതിന് ഔറംഗസീബ് എന്ന് പറയുന്ന ഭരണാധികാരി, ആ ഭരണാധികാരി ഇന്ത്യ രാജ്യത്തുള്ള വലിയ ഹനഫി പണ്ഡിതന്മാരെ സംഘടിപ്പിച്ചപ്പോൾ അതിൽ ഒരു വ്യക്തിയായിരുന്നു മഹാനവറുകളുടെ പിതാവ്. വഹിയ കിതാബുൻ കബീറുൻ ഫീ ഫിഖ്ഹിൽ ഹനഫിയ്യ, ഹനഫി മദ്ഹബിലെ വലിയ ഗ്രന്ഥമാണ് ഈ പറഞ്ഞ കിതാബ്. ഇസ്തമല അല സഹീഹ് മിനൽ മദ്ഹബ്, ഹനഫി മദ്ഹബിലെ ഏറ്റവും സഹീഹായ അഭിപ്രായങ്ങൾ പറയുന്ന കിതാബാണ്. വകാന യുഖ്ബിറുനി, ആ മഹാപണ്ഡിതൻ എന്നോട് പറഞ്ഞു, അന്നഹു ഫീ ഖുത്രിൽ ഹിന്ദി ഇൻദ നാസിൻ മുതഅദ്ദിദീന, ഇന്ത്യ ആകുന്ന ഭൂഖണ്ഡത്തിൽ ഇന്ദനാസിൻ മുതഅദ്ദിദീന, ധാരാളം ജനങ്ങളുടെ അടുക്കൽ, ഫീ ബിലാദിൻ മുതഅദ്ദിദത്തിൻ, ധാരാളം എണ്ണമറ്റ ആളുകളുടെ അടുക്കൽ, ധാരാളം ആളുകളുടെ അടുക്കൽ, ഫീ ബിലാദിൻ മുതഅദ്ദിദത്തിൻ, ഒരുപാട് നാടുകളിൽ ഉണ്ടായിരുന്നു. ശറാത്തും മിൻ ശഹരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശങ്ങളിൽ നിന്നുള്ള പുണ്യകേശങ്ങൾ. ഫഇൻദ ബഅദിഹിം ശഅറ, ചിലരുടെ അടുക്കൽ ഒരു മുടി ഉണ്ടായിരുന്നു. വഇൻദ ബഅദിഹിം ശഅറതാനി, വേറെ ചിലരുടെ അടുക്കൽ രണ്ട് മുടി ഉണ്ടായിരുന്നു. വഅക്സറു ഇലൽ 20 ശഅറ, 20 മുടി വരെ സൂക്ഷിച്ച ആളുകൾ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു. വഅന്നഹും യുഖ്രിജൂന ദാലിക ലിമൻ അറാദ സിയാറതഹു, അത് സന്ദർശിക്കാൻ വരുന്നവർക്ക് ആ മുടി കൊണ്ടുവന്നവർ കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. വഅഖബറനി, ആ മഹാൻ എന്നോട് പറഞ്ഞു, അൻ റജുലിൻ മിനസ് സാലിഹീന ഫിൽ ഹിന്ദി, ഇന്ത്യയിലുള്ള ഒരു വലിയ നല്ല മനുഷ്യനിൽ നിന്ന്, അന്നഹു യുഖ്രിജു